ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ റിസൾട്ട് NDA പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. NDAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണിത്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും UGC നെറ്റ് ഡിസംബർ 2023 റിസൾട്ട് പബ്ലിഷ്ഡ് എന്നുള്ളത്. അത് സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് UGC നെറ്റ് ഡിസംബർ 2023 റിസൾട്ട് വിൻഡോ ഓപ്പൺ ക്ലിക്ക് ഹിയർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആകും. ആ വിൻഡോയിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അവിടെ സെക്യൂരിറ്റി കീ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ അറിയാൻ സാധിക്കും. സെർവർ വലിയ രീതിയിൽ ബിസിയാണ്. ഇപ്പോഴാണ് ഈ ഒരു സൈറ്റിൽ മാറ്റമുണ്ടായിരിക്കുന്നത്. റിസൾട്ട് വിൻഡോ അല്ലെങ്കിൽ സ്കോർ കാർഡ് വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടണമെന്നില്ല. NDA നമ്മുടെ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആകുന്നില്ലെങ്കിൽ ആരും വെറീഡ് ആവേണ്ട കാര്യമില്ല. സെർവർ ബിസി ആയതുകൊണ്ടാണ്. ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടും. ഡീറ്റെയിൽഡ് കട്ട് ഓഫ് റിസൾട്ടുകളൊന്നും തന്നെ NDA ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നെറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ മാർക്കും ഒന്നുകൂടെ മെൻഷൻ ചെയ്യുക. സബ്ജക്റ്റും മാർക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരായിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യുക. റിസൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെറ്റ് ലഭിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എത്ര മാർക്കാണ് നേടിയിരിക്കുന്നത്, നെറ്റ് ലഭിച്ചവരാണെങ്കിൽ എത്ര മാർക്ക് നേടി, ഏതാണ് സബ്ജക്റ്റും കൂടെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെടും. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, കട്ട് ഓഫിന്റെ വിശദ വിവരങ്ങൾ NDA വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ലിസ്റ്റ് പുറത്തുവിടും. അപ്പോൾ ആ ലിസ്റ്റ് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. നെറ്റ് ലഭിച്ച ഒത്തിരി സ്റ്റുഡന്റ് നമുക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. ഇനി നമുക്ക് അറിയാനുള്ള കാര്യം സ്കോളർഷിപ്പിന്റേതാണ്. അതായത് NFOBC, NFSC, NFPWD അത്തരം സ്കോളർഷിപ്പുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അത് ലേറ്റ് ആവാറുണ്ട്. അപ്പൊ അതത് മന്ത്രാലയമാണ് സ്കോളർഷിപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വരാൻ നമുക്ക് ഇനിയും ലേറ്റ് ആവും. കഴിഞ്ഞ ജൂൺ എക്സാമിൻ്റെത് വന്നത് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത് ഡിസംബർ എക്സാം തുടങ്ങുന്ന സമയത്തായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാനുള്ള സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ്. നെറ്റ് ലഭിച്ചവർക്കെല്ലാം തന്നെ NDAയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതും ഇതുപോലെ തന്നെ നമുക്ക് ഒരു 1 മന്ത് അല്ലെങ്കിൽ 1.5 മന്ത് എടുക്കാറുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ നെറ്റ് ലഭിച്ചവരെല്ലാം തന്നെ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്യാം. ഇനി ഏതെങ്കിലും രീതിയിൽ ഇത്തവണ നെറ്റ് ലഭിക്കാത്തവർ എത്ര മാർക്ക് ലഭിച്ചു, നിങ്ങൾക്ക് എത്ര മാർക്കിന് നഷ്ടമായി, ആ കാര്യം കൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാം ഈ ഒരു പരീക്ഷയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന 6% പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 1% മാത്രമാണ് JRF നൽകുന്നത്. അപ്പൊ ഇതൊക്കെ ലഭിച്ചവരെക്കാൾ കൂടുതൽ പരീക്ഷ എഴുതി നെറ്റും JRF ലഭിക്കാത്തവരാണ് ഉണ്ടാകുക. അപ്പൊ വളരെ ചെറിയ മാർക്കിനൊക്കെയാണ് നിങ്ങൾക്ക് നഷ്ടമായതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ അതുകൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഏതെങ്കിലും രീതിയിൽ നഷ്ടമായെങ്കിൽ അടുത്ത പരീക്ഷ നമുക്കുള്ളതാണ് എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി മുമ്പോട്ടേക്ക് പോകുക. ഇപ്പൊ നെറ്റും JRF ലഭിച്ചവർക്ക് എല്ലാവിധ ആശംസകളും. തുടർന്നുള്ള കാര്യങ്ങൾ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ കമന്റ് ചെയ്യുക. കട്ട് ഓഫുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്ത് വെക്കുക. പല കാര്യങ്ങളും പലരും അറിയുന്നില്ല. അത് അറിയാതിരിക്കാനുള്ള പ്രധാന കാരണം ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്യാത്തത് കൊണ്ടാണ്. സോ അത് ഇനാബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്. നെറ്റ് ആൻഡ് JRF ലഭിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.